അസ്സലാമു അലൈക്കും. തസ്കിയ തജ്വീദ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ അരക്കൊല്ല ക്വസ്റ്റ്യൻ പേപ്പർ. അബ്ദുല്ലാഹിൻ മുബാറക് റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം മർവ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഹിജ്റ 204. സമർപ്പണം എന്നതിൻ്റെ അറബി തളഹിയത്ത്, ശ്വാസം വിടാതെ അല്പം അടങ്ങി നിൽക്കുന്നതിന് സക്ത എന്നാണ് പറയാം. ഇല്ലേ, അൽ കഹ്ഫിലെ ഫസ്റ്റ് ആയത് ഈ വജ ഖയ്യിമൻ, അവിടെ യാസീനിലൊക്കെ ഉണ്ട് അല്ലേ. ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം. സില ഔല എന്നാണ്. ചേർത്തി ഓതലാണ് ഏറ്റവും നല്ല. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് സില. ഉച്ചാരണ സമയത്ത് ശബ്ദം നീളാതിരിക്കുന്നതിന് എന്തു പറയും? ഷിദ്ദത്ത്. വഹദർ റിയ എന്നതിൻ്റെ ബാക്കി ബൈത്തുകൾ ഉണ്ടാവും, അത് കണ്ടെത്താനാണ്. ബൈത്തുകൾ കാണാതെ പഠിക്കുക കേട്ടോ. ബി മുഹബിത്തല്ലി ഇബാദത്തി തജൂദ് വ തഅഫു. ഡി മിൻഹു വ തകറുമ വഖിരിൽ ഇൽമ. ഇ വഅല്ലിം ഷാന വമാലി ആസിൻ ഫൈദു ഫദ്ലി റബ്ബി ലാ തുദ്ഹിറന്ന ഫളീല. സി കൈ തഅതഖിദു. ഓക്കെ, നിങ്ങളത് ബൈത്തുകൾ കാണാതെ പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, ചൊല്ലി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെറുപടി കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കിട്ടും. ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. സമ്രത്ത് ബിൻ റളിയല്ലാഹു അൻഹു ദ്വന്ദ്വ യുദ്ധത്തിൽ ആരെയാണ് തോൽപ്പിച്ചത്? റാഫി റളിയല്ലാഹു അൻഹു റാഫീനെ തോൽപ്പിച്ചു അല്ലേ. സമ്രത്ത് ആരെയാണ് തോൽപ്പിച്ചത്? റാഫി എന്നവരെ തോൽപ്പിച്ചു. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 55 വഫാത്തായി. സഅദ് ബിൻ ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില. അപ്പോൾ ബൈത്തുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ബൈത്തുകൾ കാണാപാഠം പഠിക്കണം. വലകിന്ന എന്നതിൽ അലിഫിനെ എപ്പോഴാണ് ഉച്ചരിക്കുക? വഖഫ് ചെയ്യുമ്പോഴാണ്. ചേർത്തി ഓതുമ്പോൾ അവിടെ ലാക്കിന്ന എന്നുള്ള അലിഫിൻ്റെ മുകളിൽ ആ റൗണ്ട് ഉണ്ടല്ലോ, അത് വന്നാൽ വഖഫിൻ്റെ സമയത്ത് ഉച്ചരിക്കും. സുക്കൂനുള്ള റായിന് മുമ്പ് കസർ വന്നാൽ റായിന് എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്യണം. സുക്കൂനുള്ള റായിന് മുമ്പ് കസർ വന്നാൽ എന്ത് ചെയ്യണം? റായിനെ അല്ലേ. സുക്കൂനുള്ള റായിന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക്. മിർഫക് അണ്ട. ഖുർആനിൽ സ എന്ന ചിഹ്നത്തിൻ്റെ ഉദ്ദേശം മുജവ്വസ് ചേർത്തി ഓതലാണ് നല്ലത് എന്നാകുന്നു. സ ഒറ്റ വാക്കിൽ ഉത്തരമേത്? ഹിദായത്തുൽ അദ്കിയ ആരാണ് എഴുതിയത്? സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീർ റളിയല്ലാഹു അൻഹു. ഉമൈർ ബിൻ അബി വക്കാസ് ഷഹീദായ യുദ്ധം ബദർ. ഇസാബിയ എന്നതിൽ ഹ ഏത് ഹ ആണുള്ളത്? ഹഉ സക്ത. ഇതൊക്കെ കാണാതെ പഠിക്കട്ടോ, ഇതൊക്കെ ഇങ്ങനെ തന്നെ എക്സാമിന് വരും. ശ്വാസം കിട്ടാതെ വന്നാൽ നിർത്താം എന്ന ചിഹ്നം സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത്? സ്വ. ഇസ്തിത്വാലത്തുണ്ടാകുന്ന അക്ഷരം നീളുന്നത് എവിടെയാണ്? ലോ എന്ന അക്ഷരത്തിലാണ് കൂടുതൽ ഇസ്തിത്വാലത്ത് ഉണ്ടാകുന്നത്. ഉച്ചാരണ സമയത്ത് ശബ്ദം നീളൽ അതിനെന്താ അറബി പറയുക? ദിഹ്വ് എന്നാണ് പറയാം. ഷിദ്ദത്തിൻ്റെ ഓപ്പോസിറ്റ് ദിഹ്വ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് പറഞ്ഞത്? ഉഖ്ബത്തെ, ഇവ രണ്ടുകൊണ്ടും നീ അഭയം തേടുക, കാരണം ഒരു അഭയാർത്ഥിയും ഇവക്ക് തുല്യമായവ കൊണ്ട് അഭയം തേടുകയില്ല. അതുകൊണ്ട് ഏറ്റവും അഭയം തേടാൻ പറ്റിയ 2 സംഭവങ്ങൾ, സൂറത്താണിത്, ഫലക്കും നാസും. വൻഷുർ ലിമാ തഅലംഹു വഅമൽ ബിഹി, നീ പഠിച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കണം, അതുപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. വൻഷുർ ലിമാ തഅലംഹു വഅമൽ ബിഹി. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന് ഉന്നത പദവി ലഭിക്കാനുള്ള കാരണം നല്ല സ്വഭാവം, അസൂയ, പക പോലെയുള്ള ഹൃദയത്തിൻ്റെ ഒരു രോഗവുമില്ല. എല്ലാവരോടും സ്നേഹം, സാഹോദര്യം. സ്വഹാബത്ത് അറബിയ. സ്വഹാബികൾ സന്മാർഗ താരങ്ങളാണ്. ഫഇന്നഹും അസ്വഹാബത്തു ഫഇന്നഹും നുജൂമുൽ ഹുദ. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പാദ്യം എങ്ങനെ ചെലവഴിച്ചു? അറിവ് പഠിക്കുന്നവർ, അറിവിൻ്റെ ആളുകൾക്കും
ത്യാഗികൾക്കും ആരാധനയിൽ മുഴുകുന്നവർക്കും ചെലവഴിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞു. ഏത്? വിശ്വാസയോഗ്യതയിലും ഐഹിക വിരക്തിയിലും ഔദാര്യത്തിലും സൂക്ഷ്മതയിലും ഭക്തിയിലും ഉയർന്ന പദവിയിലും എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ വലിയ ആണാര്? മിർ സ്വാദ്. ഇവിടെയുള്ള റായിനെ തഫ്ഹീമാക്കാനുള്ള കാരണം സുക്കൂനുള്ള റായിന് മുമ്പ് കസ്ർ വന്നിട്ടുണ്ടെങ്കിലും ശരി, ശേഷം ഇസ്തീലായിൻ്റെ അക്ഷരത്തിൽപ്പെട്ട സ്വാദാണ് വന്നിട്ടുള്ളത്. വറത്തിലിൽ ഖുർആന തർത്തീല. ഇതിൻ്റെ അർത്ഥം അക്ഷരങ്ങൾ മഖ്റജും വഖഫും ഇബ്തിദാവും അറിയുക, തജ്വീദ് അറിയുക എന്നാണ്. വറത്തിലിൽ ഖുർആന തർത്തീല. ഇതിലിഷ്ടമുള്ളത് എഴുതുക, സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക കേട്ടോ. സൂറത്തുൽ ഫലക്കിൻ്റെ റബ്ബിൽ ഫലക്ക് എപ്പോഴാണ് ഇറങ്ങിയത്? സിഹ്റിൻ്റെ നിമിത്തങ്ങൾക്ക് സിഹ്ർ ചെയ്ത സംഭവങ്ങളൊക്കെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക. അബ്ദുല്ലാഹിബിൻ മുബാറക് അല്ലേ, വലിയ സമ്പന്നനായിരുന്നു. ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു വർഷത്തിൽ 1,00,000-ലധികം സമ്പത്ത് മുഴുവൻ അറിവിൻ്റെ ആളുകൾക്ക് ഇതും അതൊക്കെ കൊടുക്കും. സിഫാത്തുൽ ഹുറൂഫ് ആ പാഠം അങ്ങനെ തന്നെ പഠിക്കണം. ഹാ ഉൽ ലമീർ, തൈനീസിൻ്റെ ലമീർ, സക്തയുടെ ലമീർ, 3 ലമീറുകൾ വളരെ എളുപ്പമാണ്. ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.